ഇവൻ ഫ്രിഡ്ജിലിരുന്ന് ബോറടിക്കുന്ന കണ്ടിട്ടാണ് ഇന്നൊരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ തോന്നിയത്. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളിനെ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചീഞ്ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ പൈനാപ്പിൾ അതിന് കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുന്ന സമയത്ത് പഞ്ചസാര കാരമലൈസ് ചെയ്തും പൈനാപ്പിളിൻ്റെ പൾപ്പും കൂടെ നന്നായിട്ട് ഊറി വരും കേട്ടോ. ഇനി ചട്ടം കൊണ്ട് നന്നായിട്ട് അതിനെ ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് വേറൊരു പാത്രത്തിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് കുറുകാനായിട്ട് കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലോറും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ആഡ് ചെയ്താൽ മതി. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ട പിടിക്കുന്നതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും കേട്ടോ. ഇനി നമ്മളിതൊന്ന് സെറ്റ് ആവാനായിട്ട് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. അടിയിൽ അതിൻ്റെ മേളിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഈ കുറുകിയിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പുഡിംഗ് മിക്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 2-3 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പിൽ കിട്ടും. ഞാൻ ഇദൂസിന് കുറച്ചെടുത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് സെറ്റായിട്ട് ഞങ്ങളിപ്പോൾ ഇത് കഴിക്കാൻ പോവാണ്. ഇദൂസിന് ഞാൻ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അവന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയാലുള്ള ഏറ്റവും പ്രശ്നം ഇതിങ്ങനെ കമിഴ്ത്തി എടുക്കാനാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.